ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? പിന്നെന്താ, ജനുവരി ഫെബ്രുവരി ഒക്കെ എങ്ങനെ ജനുവരി പോയി, ഫെബ്രുവരി എങ്ങനെ പോകുന്നു? ഞങ്ങള് ജനുവരി മോശമില്ലായിരുന്നു അല്ലേ? ഇല്ല കുഴപ്പമില്ല, തട്ടിമുട്ടി പോയി. ഫെബ്രുവരി എന്താവുന്ന അറിയില്ല. അപ്പോ ഇന്നൊരു അടിപൊളി വ്ളോഗാണ്. രസിയേച്ചിയും അമ്മയും അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ഞാനും ബൈത്തേട്ടനും രണ്ട് ബ്രദേഴ്സും ജമ്പനും തുമ്പനുമാണ്. ഇവള് ഇത് മാത്രമേ പെണ്ണായിട്ടുള്ളൂ. ഞങ്ങൾ രണ്ട് സ്ത്രീജനങ്ങളാണുള്ളത്. അപ്പൊ നല്ല അടിപൊളി എക്സൈറ്റിംഗ് വ്ളോഗാണ്. എന്താന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം ചെയ്യാൻ പോകുന്നതാണ്. വീഡിയോ ഫുള്ള് കാണണം, എന്തെങ്കിലും മനസ്സിലാവുന്നത് എന്താന്ന്. ഞാനും നിങ്ങളെ പോലെ വീഡിയോയിൽ കാണും. അപ്പൊ നമ്മൾ കൂടുതൽ പറഞ്ഞത് ഓവർ ആക്കുന്നില്ല. അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടോ? ഓക്കെ. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ദയവ് ചെയ്ത് മുഴുവൻ കാണണം. എന്തെങ്കിലും ഞങ്ങൾക്ക് വാച്ച് അവർ കിട്ടും. വാച്ച് അവർ കിട്ടിയാലും മോണിറ്റൈസേഷൻ ആവാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കിട്ടുള്ളൂ. ഓക്കെ. പാവോ, ഇവളുടെ സങ്കടം കേക്ക് നിങ്ങള്. അപ്പൊ നമുക്ക് എന്താ കാണാം, വീഡിയോ കാണാം അല്ലേ? ഓക്കെ. അപ്പൊ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്കൊരു 2-3 പരിപാടി ഉണ്ട്. ഒന്നാമത്തെ പരിപാടി നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ. നമ്മൾ അരുണ് കല്യാണം കഴിഞ്ഞിട്ട് ദുബായിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടാക്കാനാ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബൈത്താട്ടന്റെ ഒരു ബ്രദർ, ഇവൻ ഉണ്ണീന്നല്ല, ഇവന്റെ പേര് സംഗീത്. ഇനി അടുത്തത് ഉണ്ണീരെ കല്യാണാണ് മെയ് 9 അല്ലേ? അത് നമ്മള് കൂട്ടാൻ പോകും. ഇനി നമുക്ക് പോകുന്നത് ദുബായ്ക്കാരനെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ. ഹലോ ഹായ്. ഇനി ഇപ്പറ എന്റെ ഭർത്താവുണ്ട്. ഇത്ത് ഉറങ്ങി. അപ്പൊ നമ്മള് അരുണിന് പെണ്ണന്വേഷിക്കുന്നുണ്ട്. സൽസ്വഭാവിയും സുമുഖിയും. എന്തെങ്കിലും നിനക്ക് ഇതുണ്ടാ? ഒന്നുമില്ല. നല്ല നല്ല സ്ത്രീകൾ ഉണ്ടെങ്കിൽ നമ്മള് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടാ. നമ്മള് വിളിക്കാം വിത്ത് സഹിതം ഫോൺ നമ്പർ പേരൻസിന്റെ. ഓക്കെ. ഉണ്ണിയുടെ അരുണിന്റെ ഫോട്ടോ വേണമെങ്കിൽ സൈഡിൽ സ്ക്രീനിൽ വെക്കാൻ ഞാൻ ഫുൾ സൈസ് ഫോട്ടോ അതുവരെ ആവശ്യമുണ്ട്. അപ്പൊ ഞാനൊന്ന് ഉറങ്ങട്ടെ, ഉറങ്ങിയില് ശരിയാവില്ല. അപ്പൊ ഞാൻ അവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാൻ തന്നെ എടുക്കാൻ ബാക്കി. അപ്പൊ ഗൈസ്, നമ്മള് മാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അരുണേ, എന്ത് തോന്നുന്നു തിരിച്ചു പോകുമ്പോ? സന്തോഷം, സമാധാനവും സന്തോഷവും. സമാധാനം സന്തോഷം മാത്രം. രക്ഷപ്പെട്ടു. ഇന്നലെ വരെ പോയാൽ മതി. ഇന്നത്തേക്ക് മനസ്സ് മാറി. അടുത്ത വരത്തില് അരുണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നു പറഞ്ഞല്ലേടാ? നമ്മളെ ക്യാമറമാൻ പാർവി മാറിയിട്ട് അരുണാവെന്ന് പറഞ്ഞാന്ന്. ഹലോ ഗൈസ്. അരുൺ, നിനക്ക് താല്പര്യം ഉണ്ടാ? നീ ഇല്ല അല്ലേ? ടൈമില്ല. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ തിരക്കായിരിക്കും ഉണ്ണി. അങ്ങനെ നമ്മള് ഒരു 1.5 hour ഡ്രൈവിന് ശേഷം എയർപോർട്ടിലെത്തി. അവിടെ ടച്ച് ദ ബട്ടൺ ഫോർ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് എത്ര 10 minutes ഉള്ളിൽ നമ്മള് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിൽ നമുക്ക് പേ ചെയ്യേണ്ടതില്ല. 150 ആണ് പേ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 10 minutes ആണ് അവർ അലോക്കേറ്റ് ചെയ്ത സമയം. അതിനുള്ളിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാല് നമുക്ക് 150 രൂപ കൊടുക്കണ്ട. അങ്ങനെ അരുണ് ആക്ച്വലി ഇന്ന് പോകാൻ ഭയങ്കര സങ്കടം ഉണ്ടായിന്. ഇത്രയും ദിവസം പോണം എന്ന് പറഞ്ഞ അവസാനം ടൈം ആകുമ്പോൾ ഭയങ്കര ഒരു മ്ലാനത, മൂകത ഉണ്ടായിരുന്നു അരുണിന്റെ മുഖത്ത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും കസിൻസ് എല്ലാം ഒരുമിച്ചുണ്ടാകുന്ന ആ ഒരു മൊമെന്റ് നമ്മൾ എന്തായാലും മിസ് ചെയ്യും. അപ്പൊ എല്ലാവരും പോയി ഏറ്റവും ലാസ്റ്റ് പോയതാണ് അരുണ്. ഇനിയിപ്പോ നെക്സ്റ്റ് ഉണ്ണീരെ കല്യാണത്തിന് എന്തായാലും വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരുണിന്റെ കല്യാണം സെറ്റ് ആക്കണം. അങ്ങനെ നമ്മള് ഫസ്റ്റ് എവിടെ പോകണ്ടേന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മള് ഗേറ്റിലെത്തി. അപ്പൊ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു 10 minutes ആയോ, ഇനി കിട്ടുമോ ഇല്ലയോ എന്ന്. കാരണം മുന്നത്തെ വണ്ടി കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. 33 ആയിരുന്നെങ്കിൽ നമുക്ക് 150 രൂപ കൊടുക്കേണ്ടി വന്നേനെ. അപ്പൊ 5:31 ആണ് നമ്മൾ ക്രോസ് ചെയ്യുന്ന ടൈം ആയത്. അങ്ങനെ അപ്പൊ നമുക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് 150 കിട്ടിയിട്ടാ. 150 അല്ല, നമ്മൾ 250 റുപ്യ കഴിക്കാൻ പോകുന്നു. എന്താ നോക്കിട്ടെ പറ.
സൈൻ ലെബൻ. അല്ല ആദ്യം വിശക്കുന്നില്ലേ? എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ? അല്ല സൈൻ ലെബൻ ഡെസേർട്ട് ആടാ, മറ്റേ കുനാഫ പോലത്തെ സാധനം. ആ ഇതും ഇങ്ങോട്ട് വാ. കുനാഫ എന്ന് പറയുമ്പോ ഇതിനെ കണ്ണിങ്ങനെ മറ്റേ ടോം ആൻഡ് ജെറിയിലെ ടോമിന്റെ കണ്ണിലിങ്ങനെ ഹാർട്ട് ആവൂലേ കൃഷ്ണമണി പറയിച്ചു, അതുപോലെ ഇതുന്റെ കണ്ണ്. അതല്ല അരുൺ പാപ്പ പോയൊരു സങ്കടം ഉണ്ടല്ലോ ഇത്തു. സങ്കടം ഉണ്ടാ? ഇല്ലേ? അപ്പൊ സൈൻ രാവിലെ ഉണ്ടായിനി, അത് പോയി. പോകാൻ പോയപ്പോട്ട് സങ്കടവും പോയി. സൈൻ ലെബൻ ഇടുന്ന് നമ്മള് നോക്കിയപ്പോ എത്ര ലാസ്റ്റ് മുട്ടായും കൊടുത്തിട്ടാ പോയതാണ്. ബോണ്ടി ലാസ്റ്റ് അണുപാപ്പനെ വരുമ്പോ കൊണ്ടുവരുമല്ലോ. നമ്മള് ബി ലെബൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അണുപാപ്പനോട്. അല്ലേ വൈകിട്ടായിട്ട് ഫസ്റ്റ് എടുപ്പോന്നേ. ഗൈസ് അങ്ങനെ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന സ്ഥലത്തി. സൈൻ ലെബൻ അല്ല, ഇത് ഫീൽ ലെബനാ? ഒന്നെ ആയിരിക്കുമല്ലോ വൈകിട്ടാ. ഫീൽ എന്തേ അറബിയിൽ എഴുതിയിട്ടുണ്ട് തന്നെ ആയിരിക്കും വിചാരിക്ക. പക്ഷെ സൈൻ ലെബൻ ഉണ്ട് ചെലപ്പില്ലേ കർണാടകയിൽ എത്തുമ്പോ ഫീൽ ആയിട്ടുണ്ടാവും. അത് കേരളത്തില് ഞാൻ എടുത്തല്ലോ കണ്ടിനി, നോക്ക അതന്നെ ആയിരിക്കും. എന്റെ ചിരകാല സ്വപ്നം. ഈ കടയിലാണ്. ഇതൊരു ലുക്കില്ലല്ലോ. ഞാൻ വീഡിയോയില് കണ്ടത് അല്ല. ലുക്കില്ലല്ലോ, വർക്കില്ലല്ലേ കാര്യം. അതാ ഇതുണ്ട്, ലേ ഫീൽ ദി പാരീസ്. ഇത് ഒരു സാധനം. അത് ഭയങ്കര ചോക്ലേറ്റ്, അത് ബൈത്തായിട്ടനെ കഴിയൂല. ഇതൊന്ന് പറയാം വേണ്ടതെല്ലാം അത്രേ ഉള്ളൂ. ഇല്ല. നീ തിന്നീലേ? നീ മധുരം തിന്നൂലേ? നമ്മളപ്പോ കുറച്ച് സമയത്തെ കൂലങ്കർഷമായ ചർച്ചകൾ ശേഷം നമ്മൾ പറഞ്ഞ 2 സാധനം ഉണ്ടായിരുന്നില്ല. ലൈക്ക് നമ്മൾ കഴിക്കാൻ പോയത് ഒന്നാമത്തെ ചീസ് ബോംബായിരുന്നു, മറ്റെന്താ ലീദേ പാരീസ് എന്ന് പറഞ്ഞ സ്ട്രോബെറിയിലുള്ള ഒരു സാധനം. രണ്ടും ഇല്ല, 2 മണിക്ക് ശേഷമേ കിട്ടുള്ളൂ. അങ്ങനെ അവര് നല്ലതാന്ന് പറഞ്ഞ 2 സാധനം, അതിന്റെ പേര് ഒന്ന് കബ്സയും മറ്റത് കൊഷാരി. പിസ്റ്റാഷ്യോ നുട്ടല്ല കൊഷാരിയും കബ്സയാണ് അവര്. അപ്പം ഉണ്ടാവോ ഇല്ലയോ, കാരണം നമ്മള് നാട്ടില് സൈൻ ലെബൻ എന്നാണല്ലോ പേര്. എനിക്കൊന്ന് കർണാടകയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീൽ ലെബൻ എന്നാണ്. ലെബൻ എന്തായാലും ഉണ്ട്. അപ്പൊ ആ ലെബനിലുള്ള പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ എനക്കും മിഥുനെന്ന് വെച്ചാൽ തീരെ ക്ഷമയുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി, ഞങ്ങളെ കണ്ടാലെങ്കിലും പെട്ടെന്ന് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം അയാൾ നമുക്ക് തന്നോട്ടെ. അങ്ങനെ നമ്മൾ 2 ഐറ്റം റെഡി ആയിരിക്കുന്നു ഗൈസ്. എനിക്കിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റ് വാസ് വെരി ഹൈ. ഒരു പീക്കിലാണ് എൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായത്. കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് മൊത്തം ഇതാണ്. എല്ലാവരും പോകുന്നു കഴിക്കുന്നു അടിപൊളി എന്ന് പറയുന്നു. എനിക്ക് വെപ്രാളത്തിൽ തുറക്കാൻ പോലും കിട്ടുന്നുണ്ടായിട്ടില്ല. എനിക്ക് ന്യൂട്ടെല്ലയിൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ന്യൂട്ടെല്ല ഫ്ലേവർ എന്തായാലും മോശമാവാൻ പോകുന്നില്ല. പക്ഷെ കപ്സ് എന്തായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തതും ന്യൂട്ടെല്ലയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ന്യൂട്ടെല്ല ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് ന്യൂട്ടെല്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും ഇഷ്ടമായത് ഈ കപ്സ എന്ന് പറഞ്ഞ സാധനമാണ്. എനിക്ക് കപ്സയിൽ എന്താ വെച്ചതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മധുരം കൂടുതലാണ്. സോ എനിക്ക് അത്ര ഒരു മധുരം ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്ക് കൂടുതൽ സ്പൈസി ഫുഡാണ് ഇഷ്ടം. ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഗൈസ്. പിന്നെ അച്ചുവിനൊന്ന് പാർസലും വാങ്ങി. സൈൻ ലെബൻ അന്വേഷിച്ച് വന്ന് ഞാൻ എത്തിയത് അവസാനം ബി ലെബൻ അല്ല ഫീൽ ലെബൻ എന്നാണ്. സൈൻ ലെബൻ ഇത് തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിന് എന്റെ മനസ്സിലൊരു ടേസ്റ്റ് ഉണ്ടായിന്. മറ്റേ കുനാഫ, പിസ്താഷ്യോ, ചോക്ലേറ്റ്, ന്യൂട്ടെല്ല എല്ലാം കൂടുമ്പോ നമുക്ക് നോർമലി അറിയുന്ന ടേസ്റ്റ് എല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്ന ടേസ്റ്റ് ആണ് എന്റെ മനസ്സിലുണ്ടായത്. മനസ്സിലായില്ലേ?
അന്ന് ഇവർക്ക് മനസ്സിലായത് ആ ടേസ്റ്റ് തന്നെ ഉണ്ടായത്. പക്ഷെ ഞാൻ ചീസ് ബോംബ് എന്ന് ചോദിച്ചിട്ട് ചീസ് ബോംബ് കിട്ടിയില്ല. ഇതിപ്പോ മാംഗ്ലൂര് വരാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മള് അട്ടവാർ KMC ഹോസ്പിറ്റലിന്റെ അടുത്ത്, ഭയങ്കര അടുത്ത് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് കുറച്ചൊരു 100 മീറ്റർ കഴിഞ്ഞ പാടുണ്ട്. സൈൻ ലെബൻ നോക്കി വരരുത്, ഫീൽ ലെബൻ നോക്കി വരണം, നീല് കിട്ടും. അപ്പൊ അടുത്ത് നമുക്ക് ഇനി 2-3 സ്ഥലത്ത് പോകാനുണ്ട്. നോക്കട്ടെ, ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോഴേ പോവും, അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ നമ്മളില്ലേ അത് കഴിച്ചിട്ട് എല്ലാവർക്കും മത്തായി. നോക്ക്, എല്ലാരും മുഖം നോക്ക്, തലവേദന കിറങ്ങിയിട്ടുണ്ട് എല്ലാരും. നമ്മള് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്, കുറച്ച് ഡ്രസ് എല്ലാം നോക്കാം. അപ്പൊ നമ്മള് കാസർഗോഡ് എത്തി. നമ്മള് മറ്റേ ഉടുപ്പി ഗാർഡൻ ഇല്ലേ, ഉടുപ്പി ഗാർഡനിന്ന് ഒരു ചെറിയൊരു മസാല ദോശ കഴിക്കാന്ന് വിചാരിക്കും. കാരണം നേരത്തെ ഫുഡ് കഴിച്ചതില്ലേ, എനിക്കിപ്പോ ഛർദ്ദിക്കാൻ വരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒന്നാമത് ഉച്ചക്ക് നേരെ ഫുഡ് കഴിച്ചില്ല. ഇത് കഴിക്കാനുള്ള ആക്രാന്ത കാരണം. അങ്ങനെ ആരും ചെയ്യരുത്. നല്ല ഫുഡ് കഴിച്ച് മാത്രം ചെയ്താലേ നമുക്കിത് കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഉടുപ്പിയിൽ പോകാം. ഇവിടെ ഉണ്ണീരെ ഫിയാൻസിയിൽ വരുന്നുണ്ട്, നമുക്ക് ഞാൻ കാണിച്ചു തരാട്ടാ. നമ്മൾ ഉടുപ്പിയിലെത്തിയിട്ട് ഓർഡർ ചെയ്തത് ബൺസ്, പിന്നെന്താ ഗോളി ബജെ. ഇത് ഉണ്ണീരെ ഫിയാൻസി അശ്വതി അച്ചു. ഞാൻ കാണിച്ചു തരാൻ വന്നിട്ട്. ഇത്തുവിന് എന്താ ഇഷ്ടമായി, ഗോളി ബജയാണോ ബൺസാണോ? ജ്യൂസ് മതി. ഇനിയിപ്പോ ഇവരെ കല്യാണം, നമ്മൾ വെയിറ്റിംഗ്. മെയ് 9. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മസാല ദോശ. ഇവര് ഇഡ്ഡലിയൊന്നുമില്ല, 3 പേര് മൈസൂർ മസാല ഓർഡർ ചെയ്തത്. എനിക്ക് അത്ര ഹെവി കഴിക്കാനാവാത്തോണ്ട് മസാല ദോശ ഓർഡർ ചെയ്തു. ഇത് വേണ്ടായിരുന്നു. ഇത്തു എന്തെങ്കിലും കഴിക്കത്തു. പൊട്ടിച്ചോ, കൊട്ടാരം പൊട്ടിച്ചു. ആയിട്ടൊരു മിനിറ്റ്, എൻ്റെ ഇട്ട് ബായ് പറഞ്ഞു എല്ലാരും. ഞാൻ ബാക്കോട്ട് കൊണ്ടുവരാം. അപ്പൊ ഗൈസ്, നമ്മളെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാരും എന്താ ചെയ്യണ്ടേ പറ? സബ്സ്ക്രൈബ്, ഷെയർ. അപ്പൊ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരും. എല്ലാരും വെയിറ്റ് ചെയ്യണം. ഓക്കെ, ബൈ പറയൂ. ബൈ.